ഹായ്, എൻ്റെ പേര് അരുൺ. നിങ്ങൾ തമ്പനയിലിൽ കണ്ട പോലെ ഹെയർ ട്രാൻസ്പ്ലാന്റിനെ കുറിച്ച് കുറച്ച് സംസാരിക്കാനാണ് ഞാൻ ഇന്നിപ്പോൾ വീഡിയോ ചെയ്യുന്നത്. എല്ലാവർക്കും ഹെയർ ട്രാൻസ്പ്ലാന്റിനെ കുറിച്ച് ഏകദേശം ഐഡിയ ഉണ്ടെന്ന് എനിക്കറിയാം. എങ്കിലും എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിലേക്ക് വന്നിരിക്കുന്നത്. എന്നെ അപേക്ഷിച്ച് ഒരു 26-27 വയസ്സ് തൊട്ട് എനിക്ക് അത്യാവശ്യം നല്ലൊരു ഹെയർ ഫോൾ ഉണ്ടായിരുന്നു. പോയിരുന്നു ആ ഒരു കാലയളവിൽ ഒരു 2-3 കൊല്ലത്തിനകത്ത് എനിക്ക് നല്ല ഹെയർ ഫോൾ ഉണ്ടാവുകയും എൻ്റെ നെറ്റി ശരിക്ക് മുകളിലേക്ക് കയറുകയും ചെയ്തു. 2 സൈഡിൽ നിന്നും നല്ല രീതിയിൽ കയറി. അതുപോലെ തന്നെ എൻ്റെ തിക്നെസ് വളരെയധികം കുറഞ്ഞു വന്നുകൊണ്ടിരുന്നു. ഡെൻസിറ്റി എന്ന് പറയുന്നത് തീരെ ഇല്ലാതെയായി. എന്ന് വെച്ചാൽ നനച്ച് കുളിച്ച് വന്നു കഴിയുമ്പോഴത്തേക്ക് തലയിൽ തീരെ മുടിയില്ല എന്ന് തന്നെ പറയത്തക്ക രീതിയിലായി മാറി. ഒരുപക്ഷെ അവിടുത്തെ ക്ലൈമറ്റും അല്ലെങ്കിൽ ഫുഡ് അല്ലെങ്കിൽ ഹെറിഡിറ്ററി ആയിട്ടുള്ള കാരണങ്ങൾ കൊണ്ടായിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ എല്ലാവരെയും പോലെ തന്നെ മുടി എന്ന് പറയുന്ന ഒരു കോൺഫിഡൻസിൻ്റെ ഭാഗമാണെന്ന് ഞാനും വിചാരിക്കുന്നു. കാര്യം പലപ്പോഴായിട്ട് പല കാര്യങ്ങളിൽ നമുക്കൊരു ഫ്രണ്ട്സുമായിട്ട് ഫോട്ടോ എടുക്കുമ്പോഴും ജോലിയുടെ ഭാഗമായിട്ട് പല മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യുമ്പോഴും നമുക്കൊരു കോൺഫിഡൻസ് ഇല്ലായ്മ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. എല്ലാവരുടെയും എനിക്ക് അറിയില്ല, എനിക്കങ്ങനെ ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പലപ്പോഴായിട്ട് ചിന്തിച്ചു, എന്തുകൊണ്ട് ഹെയർ ട്രാൻസ്പ്ലാന്റിലേക്ക് പോയിക്കൂടാ എന്ന്. ഹെയർ ട്രാൻസ്പ്ലാന്റ് ആദ്യം തന്നെ തീരുമാനിക്കാനുള്ള കാര്യം പല കൂട്ടുകാരും എൻ്റെ പല ഫ്രണ്ട്സും ഇതുപോലെ തന്നെ ഈ സപ്ലിമെൻറ്റ്സും കാര്യങ്ങളും ഹെയർ ഓയിൽസ് കാര്യങ്ങളെല്ലാം യൂസ് ചെയ്ത് ഒത്തിരി പൈസ നഷ്ടപ്പെട്ടവരുണ്ട്. അത് തന്നെയല്ല, ഞാൻ എൻ്റെ പേഴ്സണലായിട്ട് തന്നെ ഞാൻ വിശ്വസിച്ചു അങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റുകളിലൂടെ ഹെയർ വരാൻ സാധ്യതകൾ വളരെ കുറവാണെന്നും അതിനകത്തൊരു ജെനുവിനിറ്റി ഇല്ലെന്നും മനസ്സിലാക്കിയതുകൂടി ഞാൻ ട്രാൻസ്പ്ലാന്റിനെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. ഏകദേശം 2022-21 കാലം സമയം തൊട്ട് ഞാൻ ട്രാൻസ്പ്ലാന്റിനെ പറ്റിയുള്ള വീഡിയോകൾ കാണാൻ തുടങ്ങി. എങ്ങനെയാണിത് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇതിൻ്റെ പ്രൊസീജിയേഴ്സ് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി. അങ്ങനെ ഒരു ബെറ്റർ ടൈമിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തു. അപ്പോൾ കാര്യം ഈ ജോലി പുറത്തായതുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് ടൈമിൽ വന്ന് സർജറി ചെയ്ത് അതിൻ്റെ PRP ചെയ്ത് 10 ദിവസം റെസ്റ്റ് ഇതെല്ലാം വേണമെന്നുള്ളത് കൊണ്ട് അതിൻ്റേതായ ഒരു ടൈം വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തു. അങ്ങനെ ഞാൻ 2025 ഈ മെയ് 26 ഒരു പ്രമുഖ ഹെയർ ട്രാൻസ്പ്ലാന്റ് ക്ലിനിക്കിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യുകയുണ്ടായി. എന്നെ അപേക്ഷിച്ച് ട്രാൻസ്പ്ലാന്റിനെ പറ്റി എനിക്ക് യാതൊരു ഡൗട്ടും ഇല്ലായിരുന്നു. കാര്യം ഞാൻ അതിനു മുമ്പ് തന്നെ പല വീഡിയോസും പല ഇതും കാണുകയുണ്ടായി. അങ്ങനെ അതിൽ നിന്ന് ഏകദേശം ഒരു ഐഡിയ, ഏകദേശം ഒരു 80% ഐഡിയ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഡോക്ടറിനോട് ഫസ്റ്റിലേ പറഞ്ഞു. അപ്പം ഡോക്ടർ എനിക്ക് ഫസ്റ്റ് കൺസൾട്ട് ചെയ്ത സമയത്ത് ഡോക്ടർ എനിക്ക് മെഡിസിൻ തരികയുണ്ടായി. കാര്യം നല്ലൊരു ഡെൻസിറ്റി ഇല്ലാത്തത് കൊണ്ട് ഡെൻസിറ്റി ഉണ്ടാകാൻ വേണ്ടിയുള്ള മെഡിസിൻസ് എനിക്ക് തന്നു. അത് ഞാനൊരു 2.5 മാസം യൂസ് ചെയ്ത ചെറിയൊരു ഡെൻസിറ്റിയും പിന്നെ ബേബി ഹെയർസ് എനിക്ക് അത്യാവശ്യം വന്നു. അത് കഴിഞ്ഞാണ് 2026 മെയ് 26 ഞാൻ ട്രാൻസ്പ്ലാന്റിന് ഡേറ്റ് എടുക്കുകയുണ്ടായി. അങ്ങനെ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ വേണ്ടി പോയി. രാവിലെ ചെന്നു ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ വേണ്ടിയുള്ള പ്രൊസീജിയറും കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം 12:30 രാവിലെ ഉച്ചയ്ക്ക് 12:30 എൻ്റെ ട്രാൻസ്പ്ലാന്റ് സ്റ്റാർട്ട് ചെയ്തു. ട്രിവാൻഡ്രത്താണ് ഞാൻ ചെയ്തു. വൈകുന്നേരം ഒരു 7:30 ആയപ്പോഴത്തേക്ക് ഏകദേശം എൻ്റെ ട്രാൻസ്പ്ലാന്റ് കംപ്ലീറ്റ് ആയി. അതിൻ്റെ ഇടയ്ക്ക് ലഞ്ച് ബ്രേക്കിൽ അവിടെ തന്നെ ഫുഡ് കഴിച്ചു. ട്രാൻസ്പ്ലാന്റിൻ്റെ ഇടയ്ക്ക് തന്നെ ഫുഡ് കഴിക്കുകയുണ്ടായി. ഞാൻ ചെയ്തത് RTFUE സഫയറാണ് ഞാൻ ചെയ്ത മെത്തേഡ്. റിയൽ ടൈം FUE സഫയർ. ഏകദേശം ഒരു ഗ്രാഫ്റ്റിന് 35 രൂപ വെച്ച് ആയി എനിക്ക്. അതാണ് ഞാൻ ചെയ്ത മെത്തേഡ്. ഏകദേശം 2700 ഗ്രാഫ്റ്റോളം ഞാൻ പ്ലാൻ ചെയ്തു. അന്ന് തന്നെ വൈകുന്നേരം ഒരു 7:30-8 മണിയായപ്പോൾ ഞാൻ ക്ലിനിക്കിൽ വിട്ടു.
അങ്ങനെ എൻ്റെ ഈ വീഡിയോയിൽ തന്നിരിക്കുന്ന പോലെ തന്നെ ഓരോ ദിവസവും എൻ്റെ തലയിലുണ്ടായ മാറ്റങ്ങളും ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത സമയത്തുള്ളതും അതിനുശേഷം ഉണ്ടായ മാറ്റങ്ങളും എല്ലാം കറക്റ്റായിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും പറഞ്ഞു ചെറിയ തലയ്ക്ക് നീര് വരാനും തലയിൽ നീരിറങ്ങാനും എല്ലാം സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് അങ്ങനെ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് വേദന ഉണ്ടായിട്ടില്ല. പിന്നെ അത്യാവശ്യം ഒരു വേദന ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്കൽ അനസ്തേഷ്യ തന്ന സമയത്ത് ചില സ്പോട്ടുകളിൽ ഇൻജെക്റ്റ് ചെയ്തപ്പോൾ ചെറിയൊരു പെയിൻ ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ എനിക്ക് യാതൊരു പെയിനും അതും അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരാൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു പെയിൻ മാത്രമേ ഉള്ളൂ. അല്ലാതെ എനിക്ക് വേറെ പെയിനൊന്നും ഉണ്ടായിട്ടില്ല. സർജറി കഴിഞ്ഞ് വീട്ടിലെത്തി പറഞ്ഞ രീതിയിലുള്ള മെഡിസിൻസും ഫുഡ് കൺട്രോളും എല്ലാം ഉണ്ടായിരുന്നു. ചായ കുടിക്കാൻ പാടില്ല, അതുപോലെ തന്നെ റെഡ് മീറ്റ് പോലത്തെ സാധനങ്ങൾ കഴിക്കാൻ പാടില്ല, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ ട്രാൻസ്പ്ലാന്റ് ചെയ്തു വന്നു. പിന്നെ അവർ സലൈൻ മെഡിസിൻസും തന്നു. സലൈൻ വാട്ടർ തന്നിട്ടുണ്ടായിരുന്നു. 1 മണിക്കൂറിനകത്തകത്ത് നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഏരിയയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം. അങ്ങനെ സലൈൻ വാട്ടർ അടിക്കണം. സലൈൻ വാട്ടർ അങ്ങനെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം. നല്ല സ്പ്രെയർ തരും. സ്പ്രെയറും എല്ലാം തന്നിട്ടുണ്ടായിരുന്നു. സ്പ്രെയർ നല്ല രീതിയിൽ യൂസ് ചെയ്ത് സലൈൻ വാട്ടർ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണമായിരുന്നു. പിന്നെ 7 ദിവസം 7 ഡേയ്സിന് ഒരു ടാബ്ലറ്റ്സും കാര്യങ്ങളും തന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം നമ്മൾ കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നീട് മൂന്നാം ദിവസം 26th ട്രാൻസ്പ്ലാന്റ് ചെയ്ത് 28th ബാൻഡേഡ് റിമൂവ് ചെയ്യലായിരുന്നു. ബാൻഡേഡ് റിമൂവ് ഞാൻ വീട്ടിൽ തന്നെ ചെയ്തു. വൈഫ് നേഴ്സായതുകൊണ്ട് വൈഫിനെ കൊണ്ട് തന്നെ ഞാൻ ബാൻഡേഡ് റിമൂവ് ചെയ്തു. അത് വീഡിയോയ്ക്കകത്ത് ക്ലിയറായിട്ട് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ബാൻഡേഡ് റിമൂവ് ചെയ്തതെന്നുള്ളത് അവർ പറഞ്ഞ രീതിയിൽ തന്നെ അവർ പറഞ്ഞ ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്ത് തന്നെ നമ്മൾ ബാൻഡേഡ് റിമൂവ് ചെയ്തു. അത് എന്നിട്ട് നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തു. എന്നിട്ട് ക്ലിനിക്കിൽ തന്ന ഓയിൽമെൻറ്റ് അപ്ലൈ ചെയ്യും കാര്യം. ഇത്രയും ദിവസം കൊണ്ട് എനിക്ക് മനസ്സിലായത് എനിക്ക് യാതൊരു വിധത്തിലുള്ള സൈഡ് എഫക്റ്റുകളോ യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളോ എനിക്ക് ഉണ്ടായിട്ടില്ല. ജസ്റ്റ് ഉറങ്ങുമ്പോൾ മാത്രം സ്ട്രെയിറ്റ് ഉറങ്ങണം എന്നുള്ള ഒരു ബുദ്ധിമുട്ടല്ലാതെ എനിക്ക് വേറൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. ഒരു പെയിൻ ആകട്ടെ അല്ലെങ്കിൽ സിവിയറായിട്ടുള്ള പെയിൻ ആകട്ടെ ഒന്നും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുകയുണ്ടായിട്ടില്ല. പിന്നീട് ക്ലീൻ ചെയ്തു. എന്നിട്ട് ക്ലിനിക്കുമായിട്ട് നമ്മൾ ഡെയിലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഓരോ ദിവസത്തെയും നമ്മുടെ ഫ്രണ്ട് ഏരിയയിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഏരിയയിൽ ഫോട്ടോസും ബാക്കിൽ ഡ്രസ്സ് ചെയ്ത് ക്ലീൻ ചെയ്ത ഫോട്ടോസും നമ്മൾ അയച്ചു കൊടുത്ത് കൺഫേം ചെയ്യുമായിരുന്നു. യാതൊരു വിധത്തിലുള്ള ഇഷ്യൂസും ആ പോർഷനുകളിൽ ഇല്ല എന്നുള്ളത് നമ്മൾ കൺഫേം ചെയ്യുമായിരുന്നു ക്ലിനിക്കുമായിട്ട്. ക്ലിനിക്ക് നല്ല സപ്പോർട്ടായിരുന്നു. ക്ലിനിക്ക് കാര്യങ്ങളെല്ലാം നമ്മളുമായിട്ട് ഡിസ്കസ് ചെയ്യും. നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം അല്ലെങ്കിൽ എന്തെങ്കിലും ക്വയറി ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിനിക്കുമായിട്ട് വാട്സാപ്പിലൂടെ ഫോണിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കാര്യങ്ങളും ചെയ്യാമായിരുന്നു. ഞാൻ അതോടൊപ്പം തന്നെ അന്ന് തന്നെ ഒരു ബയോട്ടിൻ BRP ചെയ്തതിൻ്റെ അന്ന് ഞാനൊരു ബയോട്ടിൻ BRP ചെയ്തായിരുന്നു. അതുപോലെ
ഫസ്റ്റ് കൺസൾട്ട് ചെയ്ത സമയത്ത് ഏകദേശം ഫെബ്രുവരിയിലായിരുന്നു ഞാൻ കൺസൾട്ട് ചെയ്തത്. ഫെബ്രുവരിയിൽ ഞാനൊരു PRP ബയോട്ടിൻ PRP ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ട്രാൻസ്പ്ലാന്റിൻ്റെ കൂടെ 3 കോംപ്ലിമെൻ്ററി PRP ഉണ്ടായിരുന്നു. ആ PRP ഞാൻ ബയോട്ടിനാക്കി. ബയോട്ടിനുള്ളിൽ മാറ്റുമ്പോഴത്തേക്ക് നമ്മളൊരു 1000 റുപ്പീസ് എക്സ്ട്രാ ഒരു PRPക്ക് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളായിരുന്നു ബയോട്ടിൻ PRP ആകുമ്പോൾ. അതുപോലെ ഫസ്റ്റ് PRP അന്ന് ചെയ്തു. പിന്നെ ഓരോ ദിവസവും ഇത് തന്നെ ഡ്രസ്സിങ്, ക്ലീനിങ്, ഡെയിലി നമ്മൾ ഓയിൽമെൻറ്റ് അപ്ലൈ ചെയ്യണം. സലൈനിട്ട് ക്ലീൻ ചെയ്ത് ഡെയിലി ഓയിൽമെൻറ്റ് ഈ ഗ്രാഫ്റ്റ് എടുത്ത ഏരിയയിൽ സലൈനിട്ട് ക്ലീൻ ചെയ്ത് ഓയിൽമെൻറ്റ് അപ്ലൈ ചെയ്യണം. ഫ്രണ്ടിൽ നമ്മൾ സലൈൻ 3/4 മണിക്കൂർ 1 അവർ ഗ്യാപ്പിനകത്ത് നമ്മൾ സ്പ്രേ ചെയ്തുകൊണ്ടേയിരിക്കണം. നല്ല നീറ്റായിട്ട് നമ്മൾ കെയർ ചെയ്യണം. എപ്പോഴും ഡസ്റ്റിൽ പോകാനോ ഒന്നും പാടില്ല. മാക്സിമം ഞാൻ പറഞ്ഞത് 10 ഡേയ്സ് ഒരു ക്വാറൻറ്റൈൻ പോലെ തന്നെ വീട്ടിൽ ഇരിക്കുന്നതായിരിക്കും നല്ലത്. കാര്യം എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വളരെയധികം അഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് നമ്മൾ മാക്സിമം കെയർ എടുക്കുന്നത് നല്ലതായിരിക്കും. നമ്മുടെ തലയിൽ വെള്ളം വീഴാനോ പൊടി വീഴാനോ ഒന്നും പാടില്ല. മേല് നമുക്ക് വാഷ് ചെയ്യാം, പക്ഷേ നമ്മുടെ ഹെഡിൽ ശകലം പോലും വെള്ളം വീഴാൻ പാടില്ല. തല കുനിക്കാനോ ഒന്നും പാടില്ല. കഴിവതും ഇച്ചിരി ഹൈറ്റുള്ള ഏരിയയിൽ ഒരു ബക്കറ്റിൽ വെള്ളം പിടിച്ച് അതിനകത്ത് കപ്പിൽ നിന്ന് എടുത്ത് മേത്തൊഴിച്ച് കുളിക്കുന്നതായിരിക്കും, മീൻസ് ബോഡി വാഷ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. അങ്ങനെ ഏകദേശം എൻ്റെ ഈ സർജറി ചെയ്ത ഏരിയ എല്ലാം ക്യൂറാകുകയും ബാക്കിലെ ഏരിയ റെഡിഷ് ആയിട്ടുള്ള അത് മാറി ഒരു യെല്ലോയിഷിലേക്ക് വന്നു തുടങ്ങി. ഏകദേശം ക്യൂറായി, എല്ലാം ക്ലിയറായി വന്നു. അങ്ങനെ 10ാം ദിവസം ഹെഡ് വാഷ് പറഞ്ഞിരുന്നത് അത് ഞാൻ ക്ലിനിക്കിൽ പോയാണ് ചെയ്തത്. കാര്യം എനിക്ക് PRPയും ബയോട്ടിൻ PRPയും കൂടെ ചെയ്യണം. സെക്കൻഡ് ബയോട്ടിൻ PRP ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. അതും അന്ന് ചെയ്യത്തക്ക രീതിയിൽ സ്കെഡ്യൂൾ ചെയ്തു. അന്ന് തന്നെ പോയി രാവിലെ പോയി ഹെഡ് വാഷ് ചെയ്തു. ഹെഡ് വാഷ് ചെയ്തു, ബയോട്ടിൻ PRP എടുത്തു. പിന്നെ മെഡിസിൻസ് വന്നു 6 മന്ത്സ്. കാര്യം ഞാൻ പുറത്ത് വർക്ക് ചെയ്യുന്നതുകൊണ്ട് 6 മന്ത്സ് ഉള്ള മെഡിസിൻസ് വാങ്ങിച്ചാണ് പോയത്. അപ്പോൾ അതിനോടൊപ്പം തന്നെ നമുക്ക് ഇതിന് ശേഷം ഹെഡ് വാഷ് ചെയ്യാം, എന്ത് വേണമെങ്കിലും റെസ്ട്രിക്ഷൻ, ആ ഫുഡ് റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നത് കഴിഞ്ഞു. നമുക്ക് എന്ത് വേണമെങ്കിലും ഫുഡ് കഴിക്കാം. പിന്നെ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം കെയർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വിം ചെയ്യാൻ പാടില്ല. പിന്നെ ജിമ്മിൽ ഹെവി ലിഫ്റ്റിങ്, വർക്കൗട്ട് ഇതൊന്നും പാടില്ല. അതുപോലെ തന്നെ 2 വീലർ പോകുമ്പോൾ ഹെൽമെറ്റ് മാക്സിമം 2 വീലർ പോകുമ്പോൾ ഹെൽമെറ്റ് വെക്കണം. അതുകൊണ്ട് മാക്സിമം 2 വീലർ ഒഴിവാക്കുക. ഹെൽമെറ്റ് വെക്കാൻ പാടില്ല. അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ നമ്മൾ പുറത്തിറങ്ങുകയാണെങ്കിൽ ഒരു നല്ല നീറ്റായിട്ടുള്ള സ്മൂത്ത് ഇതുള്ള ഒരു ക്യാപ്പ് വെച്ചിട്ട് പുറത്ത് പോകുന്നത് നല്ലതായിരിക്കും. ഇതൊക്കെയാണ് പോസ്റ്റ് സർജറി, പോസ്റ്റ് ഹെഡ് വാഷിന് ശേഷം ക്ലിനിക്കിൽ നിന്ന് എനിക്ക് കിട്ടിയ ഇൻസ്ട്രക്ഷൻസ്. സോ ഇപ്പം എനിക്ക് ഏകദേശം എൻ്റെ മുടി നിങ്ങൾക്ക് ഇപ്പോൾ കാണാം. ഇവിടെ ഇതത്ര ഏരിയ ആണ് എനിക്ക് 2700 ഗ്രാഫ്റ്റ് ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഏരിയ. ഈ ബാക്കിൽ എടുത്ത അത് തെളിഞ്ഞ് കാണാം, പക്ഷേ അത് അത്രയും ട്രിം ചെയ്തേക്കുന്നത് കൊണ്ടാണ് എടുത്ത് കാണുന്നത്. ഇപ്പം ഗ്രോത്ത് ബാക്കിൽ മുടി കവറായിക്കൊണ്ടിരിക്കുകയാണ്. കവറായി കഴിയുമ്പോഴത്തേക്ക് ബാക്കിലെ ഏരിയ ഫുള്ള് കവറാകുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഇപ്പോൾ അത്യാവശ്യം വെച്ച മുടിയെല്ലാം വന്നിട്ടുണ്ട്. ഇനി ചിലപ്പോൾ ഉടനെ തന്നെ ഇനിയൊരു ഈ 1 മന്തോ അല്ലെങ്കിൽ 1.5 മന്തിനകത്ത് ഷെഡിങ് പീരീഡാണ്. അത് പൊഴിഞ്ഞു പോയിട്ട് ബാക്കിയുള്ള മുടി പിന്നീട് അതേ റൂട്ടിൽ നിന്ന് മുടി വരും എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതുപോലെ തന്നെ മാക്സിമം നമ്മൾ കൺട്രോൾ ചെയ്യണം. സ്മോക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ സ്മോക്ക് കംപ്ലീറ്റായിട്ട് നിർത്തുക. അതുപോലെ തന്നെ ആൽക്കഹോളിക് കൺസപ്ഷൻ, ഇതൊക്കെ നമ്മുടെ ഗ്രോത്തിനെ, ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഏരിയയിലെ ഗ്രോത്തിനെ ബാധിക്കുന്നതാണ്. അതുകൊണ്ട് മാക്സിമം നമ്മൾ എന്തുമാത്രം കെയർ ചെയ്യുന്നു അതനുസരിച്ച് നമ്മുടെ റിസൾട്ട് ഉണ്ടാകുന്നതായിരിക്കും. പിന്നെ കറക്റ്റ് 1 മന്ത്ലി ഒരു ബയോട്ടിൻ PRP ചെയ്യുന്നത് നല്ലതായിരിക്കും. എനിക്കിനി ഒരു PRP കൂടെ, കോംപ്ലിമെൻ്ററി PRP ബാക്കി കിടപ്പുണ്ട്. ഇനി നെക്സ്റ്റ് വെക്കേഷൻ നാട്ടിൽ വരുമ്പോൾ ഞാനതൊരു GFC ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്
ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് എൻ്റെ ട്രാൻസ്പ്ലാന്റിന് ശേഷമുള്ള ഇന്ന് 13ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് വേറെ ഇതൊന്നുമില്ല. പിന്നെ ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഏരിയയിൽ ഒരു ചെറിയൊരു എന്താ പറയുന്നത്, നമുക്കൊരു ഫീൽ ഉണ്ടാകും, ഒരു സെപ്പറേറ്റ് ആയിട്ട് ടച്ച് ചെയ്യുമ്പോൾ ഒരു ഫീൽ. അതേ ഉള്ളൂ, അല്ല വേറെ ഫീലും കാര്യങ്ങളൊന്നുമില്ല. ഹെഡ് വാഷ് ചെയ്യാം, ഷാമ്പു തന്നിട്ടുണ്ട്, പിന്നെ സീറംസ്, പിന്നെ ടാബ്ലറ്റ് തന്നിട്ടുണ്ട്, അത് ഉപയോഗിക്കുക. പിന്നെ നമ്മൾ പുറത്ത് പോകുമ്പം മാക്സിമം വെയിലത്ത് പോകുമ്പോഴത്തേക്ക് അതനുസരിച്ചുള്ള കെയർ ചെയ്യുക. ഇത്രയൊക്കെയാണ് എൻ്റെ ട്രാൻസ്പ്ലാന്റ് ജേണി ഇതുവരെ ഉള്ളത്. തീർച്ചയായും ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും പേടിക്കേണ്ട കാര്യമില്ല. എനിക്ക് ഞാനത് റിയലൈസ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ഇടുന്നത്. അതുകൊണ്ട് നിങ്ങൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നല്ല ക്ലിനിക്കുകളെ ബന്ധപ്പെട്ട് അതിനെപ്പറ്റി കുറച്ച് നാൾ വേണമെങ്കിൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി ക്ലിനിക്കിനെ പറ്റി അന്വേഷിക്കുകയോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസമുള്ള ഒരു ക്ലിനിക്കിൽ നിങ്ങൾക്ക് പോയി ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതാണ്. കാര്യം ഈ റീസെൻ്റ്ലി ഞാനൊരു ഇഷ്യൂ കണ്ടു, ഇതുപോലെ ഇൻഫെക്ഷൻ ആയത്. അത് ആ ക്ലിനിക്കിൻ്റെ പ്രോബ്ലം കൊണ്ടും ക്ലിനിക്കിൽ പ്രോപ്പറായിട്ടുള്ള ഇൻഫെക്ഷൻ കൺട്രോൾ ഇല്ലാത്തതിൻ്റെ പുറത്ത് ഉണ്ടായതാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ടതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ക്യാഷ് കുറവുള്ള ഹോസ്പിറ്റൽ നിങ്ങൾ പ്രിഫർ ചെയ്യണ്ട എന്ന് ഞാൻ പറയുന്നില്ല. ക്യാഷ് കുറവുള്ള ഹോസ്പിറ്റൽ പ്രിഫർ ചെയ്യുമ്പോൾ അതിൻ്റേതായ കെയറും കാര്യങ്ങളും ഉണ്ടോ എന്നുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. അതുപോലത്തെ ഇൻഫെക്ഷൻ കൺട്രോളോ, അതുപോലെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജീസ്, നല്ല സ്കിൽഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് അല്ലെ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന ടീംസ് ഒക്കെ ഉണ്ടോ എന്ന് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ ക്ലിനിക്കുമായിട്ട് മുന്നോട്ട് പോയി ട്രാൻസ്പ്ലാന്റ് ചെയ്യുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു.